സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയെ അവസാന താക്കീതും കൊടുത്തു വിട്ടയക്കുകയാണ് ദേവിക. എന്തായാലും ഈ സമയം നന്ദനാണെങ്കിൽ പ്രഭാവതിയുടെ ആ ഒരു വിഷമം മനസ്സിലാക്കുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ ഉള്ളിൽ വിഷമങ്ങളെല്ലാം കടിച്ചമർത്തി പുറമെ സന്തോഷം നടിക്കുകയാണെന്ന് അവന് മനസ്സിലാകുമ്പോൾ അമ്മയ്ക്ക് അനുഭവിച്ച അപമാനം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പകരം ചോദിക്കാനായിട്ട് പോകുമെന്ന് പറയുമ്പോൾ വേണ്ട നന്ദ, എനിക്കൊരു സങ്കടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയാണെങ്കിൽ അകത്തേക്ക് പോയി പൊട്ടിക്കരയണം. അത് കണ്ടു നിൽക്കുന്ന നന്ദനാണെങ്കിൽ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും അരുന്ധതിയെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഒരാശ്വാസത്തിൽ ദേവികയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ശാരികയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഋഷിയെ സൂക്ഷിക്കണമെന്ന് ശാരിക മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഋഷിയാണെങ്കിൽ പ്രഭാവതിക്കെതിരെയുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൂട്ടുകാരുമൊത്ത് ഓരോന്ന് ചർച്ച ചെയ്തതിന് ശേഷം അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്ന സമയത്താണ് നന്ദനും കെവിനും ചേർന്നിട്ട് അവനെ വളയുന്നത്. എന്തായാലും ഋഷിയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ഒരു ഭീഷണിയുമായിട്ടാണ് നന്ദൻ എത്തുന്നതെന്ന്. നന്ദൻ ചോദിക്കുകയാണ്, നീ എന്തിനാടാ എൻ്റെ അമ്മയെ ഇങ്ങനെ അപമാനിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട്, നിൻ്റെ അമ്മയെ മാത്രമല്ല ചന്ദ്രോത്ത് കുടുംബത്തെ മുഴുവനും എൻ്റെ കാൽച്ചോട്ടിലെത്തിക്കും. എൻ്റെ മാത്രമല്ല എൻ്റെ അമ്മയുടെയും. നിങ്ങളുടെയൊക്കെ നാശം കണ്ടിട്ട് ഞാൻ അടങ്ങൂ, ഇനിയും അപമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഋഷിയാണെങ്കിൽ നന്ദന് മുന്നിൽ വെച്ച് വെല്ലുവിളിക്കുകയാണ്. ഒന്നും നോക്കുന്നില്ല. നന്ദനാണെങ്കിൽ ഒന്നും പൊട്ടിക്കുന്നുണ്ട്. അപ്പം തന്നെ ഋഷി അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അത് വലിയൊരു പണിയായത് കെവിൻ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ കാറിലേക്ക് കയറ്റുകയാണ്. എന്തായാലും ഈ സമയം രജനിയാണെങ്കിൽ ചന്ദ്രോത്ത് വന്ന് തൻ്റെ അമ്മയെ അപമാനിച്ച ഋഷിയോട് പകരം ചോദിക്കണം, അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നന്ദന് നീയും ഇങ്ങനെ തുടങ്ങിയാൽ കുടുംബത്തിൻ്റെ സമാധാനം ഒട്ടാകെ നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്തായാലും നന്ദൻ പറയുകയാണ്, ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാവും, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർ ബോധം വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആളൊഴിഞ്ഞൊരു വീട്ടിലേക്കാണ് ഋഷിയുമായിട്ട് ചെല്ലുന്നത്. അവിടെ എത്തിയിട്ട് ഋഷി എന്നൊക്കെ വിളിച്ച് ഒരുപാട് തവണ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഋഷിയാണെങ്കിൽ ആ മയക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നില്ല. കെവിൻ പറയുന്നുണ്ട്, നന്ദ ഇത് പണിയാവുന്ന ലക്ഷണമാണ്, ഇവന് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദനാണെങ്കിൽ കെവിനോട് ഋഷിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ തന്നെ വിവരിച്ച് കൊടുക്കുകയാണ്. കെവിനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ കാറ്റ് പോയി കാണുമോ എന്നൊക്കെ നന്ദനോട് കെവിൻ ചോദിക്കുകയാണ്. അങ്ങനെ വലിയ പോസൊക്കെ കാണിച്ച് നമ്മുടെ ഋഷിയെ ഭീഷണിപ്പെടുത്താൻ വരുന്ന നന്ദനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. കാരണം ഋഷിക്ക് ഒരു അസുഖമുള്ളതുകൊണ്ട് തന്നെ ഋഷി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നന്ദന് ഡൗട്ട് ആവുകയാണ്. ഇനിയിപ്പോൾ ഇവനെ ഹോസ്പിറ്റലിലേക്ക് ആര് കൊണ്ടുപോയാലും അത് പ്രശ്നമാവില്ല എന്നൊക്കെ പറഞ്ഞ നന്ദനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദേവികയാണ് വിളിക്കുന്നത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേവിയാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നു. നന്ദു എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് അവളാണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും ദേവികയും സ്ഥലത്തെത്തുകയാണ്. എന്നിട്ട് ഋഷിയുമായിട്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം ത്യാഗരാജനാണെങ്കിൽ ഋഷിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഋഷി ഫോൺ എടുക്കാത്ത, അല്ലെങ്കിൽ എപ്പോഴും അവന് ഫോൺ എടുക്കുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജനാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. വേഗം തന്നെ അയാൾ CPI വിളിക്കുന്നുണ്ട്. മേഡം പറഞ്ഞിട്ട് ഞാൻ ഋഷിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, പക്ഷേ ഫോൺ എടുത്തിട്ടില്ല, എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്, ഋഷി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജനും CPM സംസാരിക്കുന്നു. പിന്നീട് ഇതൊന്നും അറിയാതെ അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയെ കടനായിട്ട് ചെല്ലുന്നുണ്ട്. പ്രഭാവതി പറയുകയാണ്, നീ നിൻ്റെ മകനും ചേർന്ന് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് വേണ്ട. കാരണം നിനക്ക് നിൻ്റെ മകനും അറിയാം പകയുടെ കാര്യത്തിൽ ഈ പ്രഭാവതി എത്രത്തോളം മുന്നോട്ട് പോകുമെന്നും. അതുകൊണ്ട് ചുട്ട് ചാമ്പലാക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, പിന്നെയും എൻ്റെ ഭാഗത്തും ചെറിയൊരു തെറ്റുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് മിണ്ടാതെ ഇരിക്കുന്നത്. നീ ആ ഋഷിയെ ഒതുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനും മരുമകളൊന്നും വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട എന്നൊക്കെ അരുന്ധതിയോട് ഭീഷണിപ്പെടുത്തുമ്പോൾ നിൻ്റെ മരുമകൾ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി, അതിന് പുറകെ നീയും. നിങ്ങളൊക്കെ ഒരു കാര്യം ഓർത്തോ, എൻ്റെ മകൻ എന്തായാലും ഇതിലൊന്നും തന്നെ ഇടപെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോട് കൂടിയിട്ടല്ല. ഋഷി ഈ ഒരു വീഡിയോ പ്രചരിപ്പിച്ചു, സത്യം തന്നെയാണ്, പക്ഷെ ഞാനത് അറിഞ്ഞിട്ട് പോലുമില്ല. അവൻ്റെ പകയല്ല എൻ്റേത്. എൻ്റെ മകനെ ഈ അവസ്ഥയിലാക്കി ഇതിൻ്റെ കുടുംബത്തിനെയും ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. ദേവിക ഇലക്ഷനിൽ നിന്ന് ഞാനാണ് ജയിപ്പിച്ചത്, പക്ഷേ അവളാണെങ്കിലോ എൻ്റെ മുന്നിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുന്നു. ഈ സമയം പ്രഭാവതി പറയുന്നുണ്ട്, എൻ്റെ കുടുംബം എന്നോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ദേവിക നിൻ്റെ വാലാട്ടിപ്പട്ടിയായിട്ട് വരുമെന്ന് നീ കണ്ടില്ലേ, അവളിപ്പോൾ ഞങ്ങൾക്കൊപ്പമാണ്. പിന്നെ നീ കാരണം കൊണ്ടും നിൻ്റെ ഔദാര്യം കൊണ്ടൊന്നല്ല ദേവിക ജയിച്ചത്, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അവരാണ് അവളെ തിരഞ്ഞെടുത്തത്. പിന്നെ ഋഷിയെ ഒതുക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ എനിക്കും അതേ പ്രായത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ വീര്യമുള്ള ഒരു മകനുണ്ട് എന്നുള്ള കാര്യം നീ മറക്കണ്ട എന്നൊക്കെ അരുന്ധതിയോട് പ്രഭാവതി തിരിച്ചടിക്കണം. എന്തായാലും ഇവരാരും അറിയുന്നില്ല നന്ദനും ഋഷിയും ഏറ്റുമുട്ടിയതിലുണ്ടായ അപകടത്തെക്കുറിച്ച്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.